ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ഞങ്ങൾ തെക്കാട് ഗവൺമെന്റ് മോഡൽ HSLPSലെ കുട്ടികളാണ്. മന്ത്രി അപ്പൂപ്പൻ നമ്മുടെ സ്കൂളിൽ വന്നതല്ലേ? സ്കൂളിലെ കൃഷിത്തോട്ടം നമ്മളും ടീച്ചർമാരും PTAയും നന്നായി നോക്കി നടത്തുന്നത് അഭിനന്ദിച്ചതല്ലേ? ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറി സ്കൂളിൽ നിന്നും കിട്ടുന്നില്ല. ആരൊക്കെയോ സ്കൂൾ പരിസരത്ത് ആളില്ലാ നേരത്ത് കയറി പച്ചക്കറി മോഷ്ടിച്ച് കൊണ്ടുപോകുന്നു. ഇന്നലെ 18 കോളിഫ്ലവർ മോഷണം പോയി. ഇത് 2ാം തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് വലിയ സങ്കടമുണ്ട്. ശിവൻകുട്ടി അപ്പൂപ്പൻ ഈ വിഷയം ഗൗരവത്തോടെ കാണണം. പച്ചക്കറി തോട്ടം നമ്മുടെ സ്കൂളിന്റെ സൗന്ദര്യമാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു മോഷണം നടന്നു. ആ മോഷണത്തിൽ ഏറ്റവും അധികം വേദനിച്ചത് കുറച്ച് കുട്ടികളാണ്, കുരുന്ന വിദ്യാർത്ഥികളാണ്. അവരാണിപ്പോൾ ഇവിടെ ഉള്ളത്. ഞാനുള്ളത് തൈക്കാട് LP സ്കൂളിലാണ്, ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഇവിടെ ഈ കുട്ടികൾ നമുക്ക് കാണാം. അവരുടെ കൃഷിത്തോട്ടം, പച്ചക്കറി തോട്ടത്തെ പരിപാലിക്കുകയാണ് അവർ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഇങ്ങനെ പരിപാലിച്ചു വന്ന കോളിഫ്ലവറുകൾ ഇന്നലെ മോഷണം പോയി. എന്താ മോളെ പറ്റിയത്? നമ്മൾ വെള്ളിയാഴ്ച നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു കോളിഫ്ലവർ ഒക്കെ. ഇന്നലെ രാവിലെ വിളവെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു കോളിഫ്ലവർ ഒന്നും ഇല്ലായിരുന്നു, വഴുതനയൊന്നും ഇല്ലായിരുന്നു. എത്ര ഉണ്ടായിരുന്നു ഇവിടെ? ഇവിടെ കോളിഫ്ലവർ 32 ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ഉള്ളൂ, അത് വളരുന്നേ ഉള്ളൂ. ബാക്കി 30 പോയി. നിങ്ങൾ എത്ര നാൾ കൊണ്ട് വളർത്തിയതാണത്? നമ്മള് കോവിഡിന് തുടങ്ങിയതാണത്. എന്ത് ചെയ്യും നിങ്ങൾ? വിളവെടുത്ത് എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ ഇത് വിളവെടുത്തിട്ട് ഉച്ചഭക്ഷണത്തിന് നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു. രാവിലെ വന്നപ്പോൾ ഇങ്ങനെ കോളിഫ്ലവർ ആദ്യം വിചാരിച്ചു എല്ലാം കാണുമായിരിക്കും. ഞാൻ പറഞ്ഞാണ് ഞാൻ ഞാൻ കയറി ഞാൻ ഓസ് എടുക്കാൻ പോയി. ഓസ് എടുത്ത് വന്ന് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കുന്നത്, കോളിഫ്ലവർ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ടീച്ചർ ഇല്ലായിരുന്നു, ഇവിടെ ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻറ്റി തൂത്തോണ്ടിരിക്കുമായിരുന്നു, പറയാൻ പറ്റില്ല. അങ്ങനെ സുനിത ടീച്ചർ വന്നപ്പോഴാണ് ഞാൻ, അപ്പോഴത്തേക്കും അത്യാവശ്യം ചേട്ടന്മാരൊക്കെ വന്നിരുന്നു. അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. നമ്മളെല്ലാവരും കൂടി പോയി ആണ് സുനിത ടീച്ചറോട് പറയണത്. അങ്ങനെയാണ് സുനിത ടീച്ചറും നോക്കിയപ്പോൾ ഒരു കോളിഫ്ലവറും ഇല്ല. ഫുള്ള് 32 ചെടി ഉണ്ടായിരുന്നു. 30 കോളിഫ്ലവറും പോയി. 2 ഇനി കൊച്ചായിട്ടുള്ളൂ. എനിക്ക് വലിയ സങ്കടമായിപ്പോയി. എന്താ വെച്ചാൽ ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ച് നനച്ച് എല്ലാം ചെയ്ത് കൊണ്ടുവന്നതാണ്. എനിക്ക് നല്ല വിഷമമുണ്ട്. ഇതാണ് കുട്ടികൾ പറയുന്നത്. അവരങ്ങനെ വിളവെടുത്ത് ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാൻ നിർത്തിയിരുന്ന കോളിഫ്ലവറാണ് ഏതോ സാമൂഹ്യ വിരുദ്ധർ. ഇവിടെ CCTV ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമായി. ടീച്ചർ, എന്താണ് ശരിക്കും ഇത് എങ്ങനെ പോയെന്നാണ് കരുതുന്നത്? ഇത്രയും കോളിഫ്ലവർ ഒരുമിച്ച് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാനാണ് സാധ്യത. മോഷണം പോയത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു ജീവികളും ഇത്രയും 30 ഒന്നും ഒരുമിച്ച് ഒന്നും കഴിച്ചിട്ട് പോകത്തില്ല. ആണെങ്കിൽ തന്നെ അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കാണണ്ടേ? ഇത് സ്കൂളുമായിട്ട് നിരന്തരം ബന്ധമുള്ള അല്ലെങ്കിൽ സ്കൂളിൽ നന്നായിട്ട് അറിയുന്ന ആരോ ചെയ്തായിരിക്കാനാണ് സാധ്യത. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? ഇന്നലെ PTA എല്ലാവരും കൂടെ കൂടിയിട്ട് PTA HMനോ പരാതി കൊടുത്തിട്ടുണ്ട്. അത് HM പോലീസിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. ഇന്നലെ വൈകുന്നേരം നമ്മൾ മ്യൂസിയം സ്റ്റേഷന്റെ പരിധിയിലാണ്. അവിടെ നിന്ന് പോലീസുകാർ വന്നിരുന്നു. അവരെല്ലാം പരിശോധിച്ചിട്ടാണ് പോയത്. കുട്ടികൾ വലിയ സങ്കടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര സങ്കടമുണ്ടോ നിങ്ങളുടെ കോളിഫ്ലവറൊക്കെ മോഷണം പോയോണ്ട്? നല്ല സങ്കടമുണ്ട്. നല്ല സങ്കടമുണ്ട്. നല്ല സങ്കടം. എന്ത് ചെയ്ത് എന്നിട്ട് പോലീസിനെയൊക്കെ അറിയിച്ചോ? മന്ത്രി അപ്പൂപ്പനെയൊക്കെ അറിയിച്ചോ? എൻ്റെ ഫ്രണ്ട് കത്തൊക്കെ എഴുതിയായിരുന്നു. കത്തൊക്കെ എഴുതി കൊടുത്തെന്ന് തോന്നുന്നു. കള്ളനെ പിടിക്കണ്ടേ? പിടിക്കണം. പിടിക്കോ? പോലീസ് പിടിക്കോ കള്ളനെ? പിടിക്കുമെന്ന് ഞാൻ ഉറപ്പ് വരുത്തിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടെ പിടിക്കുമല്ലേന്നൊന്നും. ഇനിയും നിങ്ങൾ നടില്ലേ? ഇതിപ്പോ കള്ളം കൊണ്ടുപോയി വീണ്ടും നടണ്ടേ? വീണ്ടും നടണം. നട്ട് പഴയതുപോലെ വീണ്ടും തുടരും. അതാണ് എന്റെ സ്പിരിറ്റ്. നിങ്ങൾ ഈ ദിവസം വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു അതിനെ? ഒഴിക്കുമായിരുന്നു. വൈകിട്ടും രാവിലെ ഒക്കെ എന്നും ഒഴിക്കുമായിരുന്നു. അന്ന് വെള്ളിയാഴ്ച വന്നപ്പോ ആണ് 5 പോയത്. പിന്നെ അത്ര ഇതാക്കിയില്ല. പിന്നെ തിങ്കളാഴ്ച വന്നപ്പോൾ ഫുള്ളും പോയത്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉച്ചഭക്ഷണത്തിനും പ്രഭാത ഭക്ഷണത്തിനും വേണ്ടിയിട്ട് നമ്മൾ വിഷരഹിത പച്ചക്കറി കൃഷി എല്ലാ കാലവും ചെയ്യാറുണ്ട്. അത് കുട്ടികളാണ്
കുട്ടികളെ കൃഷി പരിചയപ്പെടുത്തുകയും കൃത്യമായിട്ട് അതിൻ്റെ വിത്ത് മുതൽ അതിൻ്റെ വിളവ് വരെയുള്ള പ്രക്രിയ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് കുട്ടികളെ കൊണ്ട് തന്നെ നനച്ച് കുട്ടികളിലൂടെ വിളവെടുക്കുന്ന സംവിധാനമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂളിൽ കഴിഞ്ഞ ദിവസത്തിന് ഇന്നലെ നമ്മൾ രാവിലെ ഒന്ന് നോക്കിയപ്പോൾ സ്കൂൾ കുട്ടികൾ രാവിലെ നനയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു ഒറ്റ കോളിഫ്ലവറും ഇല്ല. എല്ലാം കോളിഫ്ലവറെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിന്ന് തക്കാളി, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് അടുത്ത് വരുന്ന കത്തിരിക്ക, ഇതെല്ലാം ഒന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം കൂടി പൊടിച്ചെടുത്തുകൊണ്ട് പോയത് ആ കുട്ടികൾക്ക് ഏറെ സങ്കടമായി. നമുക്കും അതുപോലെ തന്നെയാണ്. എന്നാലും നമ്മൾ ഈ കൃഷിയിൽ നിന്നും പിന്മാറാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇതിലും മികച്ച രീതിയിൽ തന്നെ കൃഷി നമ്മൾ വീണ്ടും ഇവിടെ തുടർന്നതായിരിക്കും. ഈ PTA ഭാരവാഹികളുമുണ്ട്. എന്താണ് ഇവിടെ ഒരു CCTV സംവിധാനങ്ങളൊക്കെ വെക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? CCTVക്ക് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് നഗരസഭയിൽ. പക്ഷെ അതിലൊന്നും ആയിട്ടില്ല തീരുമാനം. കിട്ടുന്നു വിചാരിക്കണു വേഗം. നമ്മളല്ലാണ്ടെയും പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തി. ഇവിടെ ഒരിടയ്ക്ക് ആലോചന ഉണ്ടായി സെക്യൂരിറ്റീനെ വെക്കാൻ. പക്ഷെ അപ്പോഴായാലും അതിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത PTA എടുക്കണം. ഈ കൃഷിയടക്കം നമ്മളടക്കം ഫണ്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യണേ. അപ്പം അത്തരം സംവിധാനങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ച് എപ്പോഴും വലിയ വെല്ലുവിളി തന്നെയാണ്. ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഏതായാലും കുട്ടികളുടെ ആവശ്യമാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇത് കേൾക്കണം, ആഭ്യന്തരമന്ത്രി ഇത് കേൾക്കണം, പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കാണണം. ഈ കുട്ടികളുടെ വളരെ ചുരുങ്ങിയ ചില പൈസ ആയിരിക്കും ഇതിൽ വിറ്റ് കിട്ടുന്ന ആൾക്കോ അല്ലെങ്കിൽ കൊണ്ടുപോയ ആൾക്കോ ലഭിക്കും. പക്ഷേ ഈ കുട്ടികൾ മാസങ്ങളോളം നട്ട് പരിപാലിച്ച് വിളവെടുക്കാൻ പാകം, ഇന്നലെ അത് വിളവെടുക്കേണ്ടതായിരുന്നു. ആ വിളവെടുക്കാൻ പാകമായ കോളിഫ്ലവറും വഴുതനയും ഒക്കെയാണ് ഈ രീതിയിൽ മോഷ്ടിക്കപ്പെട്ടത്. ഇതുകൊണ്ട് എന്ത് ലാഭമാണ് ഈ ചെയ്യുന്നവർക്കുണ്ടാകുന്നറിയില്ല. പക്ഷേ ഈ കുട്ടികളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. സർക്കാർ, പോലീസ് അതിന് മറുപടി കണ്ടെത്തണം. അവരുടെ അധ്വാനത്തിന് ഫലമുണ്ടാകണം. ഇത് മോഷ്ടിച്ച ആളുകളെ കണ്ടെത്തി ശിക്ഷിക്കുക തന്നെ വേണം.